അല്ല അവിടെ അവിടുത്തെ വണ്ടി കൊണ്ടുവന്ന ആ ഒരു ബന്ധുവിൻ്റെ. പന്തളത്തുനിന്ന് അടൂരിന് പോകുന്ന വഴിക്ക്. പന്തളത്തുനിന്ന് 4 കിലോമീറ്റർ. ചേട്ടൻ്റെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഔഷധക്കൂട്ട്. ഇത് കുടിക്കുന്നവരെ ഇത് കുടിക്കത്തുള്ളൂ. മനസ്സിലായി? ആദ്യമായിട്ട് ഞാനിപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ലാസ്റ്റ് ഒരു ഭയം, ഇതെന്തോ വയറിളകുമോ അത് എന്താന്നുള്ളൊരു ഇത് തോന്നൽ വരും. ഇത് കുടിച്ചു കഴിയുമ്പോൾ പിന്നെ ഇത് കുടിക്കാനായിട്ട് നമ്മുടെ ഇവിടെ കുറച്ച് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവര് ബിരിയാണിയൊക്കെ അടിച്ചിട്ടേ പിള്ളേർ ഇവിടെ സ്ഥിരം വരികയില്ല. രാത്രി ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിച്ച് ഇവര് വരും. ഇന്നലെയും വന്ന് മിനിഞ്ഞാന്ന് വന്നു. അത് വരുന്ന ഒരാളല്ല വരുന്നത്, ഒരു 6-7 കാണാം. അവരൊന്നിച്ച് ഇവര് വന്ന് കുടിച്ചിട്ട് പോകും. ഇതിപ്പം പരുമല നിങ്ങളുടെ കൂട്ട് തന്നെ വയറിച്ചിരി ഇതായിട്ടുള്ളൊരു കക്ഷിയുണ്ട്. പുള്ളി ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ ഒരു 4-5 പ്രാവശ്യം കുടിക്കും. പക്ഷെ പിന്നെ പുള്ളി ഇങ്ങോട്ടൊന്നും വന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മളിത് വല്ലപ്പോഴും അല്ല, ഒരു സ്ഥിരമായിട്ട് ഇച്ചിരി കുടിക്കാന്നുണ്ടെങ്കിൽ ഒരു മാറ്റം കിട്ടും. അതിനുള്ളൊരു മരുന്ന് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വയറിനുള്ള നമുക്ക് വണ്ണം കുറയാനും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. വേറെ ഓട്ടോയുണ്ട്. ഓട്ടോയുണ്ട്. പിന്നെ ഇതുപോലെ ഓട്ടത്തിന് പോവും. ഇത് കൊണ്ടുപോയിട്ട് ഉടൻ തന്നെ ഇത് ഫ്രിഡ്ജിനകത്ത് അങ്ങ് വെച്ചാൽ ഇപ്പൊ ഞാനിതെല്ലാം ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്നത്. നാളെ ഇരുന്നാൽ നമ്മൾ വെളിയിൽ വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ. 4 ദിവസം വരെ ഇരിക്കുമല്ലോ, കുഴപ്പമില്ല. 4-5 അതിക്കുള്ളിരിക്കും. അതൊക്കെ ഇരുന്നോളൂ. ഇതാണ് ഇതിന്റെ ഒരു ഔഷധം. ഇതാണ് ഇതിനകത്ത് അതിങ്ങനെ കൂട്ടി വെച്ചിരുന്നെന്നും പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കുടിച്ച ശീലമുള്ള ഒത്തിരി ഇവിടെ ആൾക്കാരുണ്ട്. അവർ ഒന്ന് മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്, പാഴ്സൽ കൊണ്ടുപോകുന്നവരുണ്ട്. അതിനായി എനിക്ക് ഇവിടെ സ്ഥിരം കുറേ പയ്യന്മാരുണ്ട്. അവർ ഈ വെള്ളം കുപ്പി ഇവിടുന്ന് കൊണ്ടുപോകും. അതിന് എനിക്ക് വെള്ളക്കുപ്പി കൊണ്ടുതരും. ഞാൻ അവരോട് പറയും, മോനെ ഈ വെള്ളക്കുപ്പി എനിക്ക് കൊണ്ട് തരണം തരം അവർ കൊണ്ടുതരില്ല. പിന്നെ ഞാൻ കുപ്പിക്ക് ഓടി നടക്കണ്ടേ. ഇവിടെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ നമ്മളെപ്പോലെ ഒരു പ്രൈവറ്റ് വണ്ടിയിൽ ഇതുപോലെ ഓട്ടം പോകുന്ന ഒരു പയ്യനാണ്. ഇതുപോലെ ഒരു 2 മാസത്തിന് മുമ്പ് ഒരു മരിപ്പിന് വന്നായിരുന്നു ഇവിടെ അടുത്തൊരു വീട്ടിൽ. അന്നേരം അവൻ ഇങ്ങനെ രാവിലെ മുതൽ അവൻ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക.
നടന്നിട്ട് അവൻ ഇവിടെ വന്നിട്ട് പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ വന്നിട്ട് എന്നോട് ഒരു കുപ്പി വെള്ളം മേടിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടാ ഇത് എന്തുവാന്ന് ചോദിച്ചു. നമ്മൾ ഇത് നമ്മുടെ ആ ഏരിയ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടേ ഇല്ല. എന്നോട് ചോദിച്ചു, അവൻ ചോദിച്ചു ഇതെന്തുവാന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു ഇന്നോട് എനിക്കൊരു വെറൈറ്റി വെള്ളമാണ്. അന്ന് ഞാൻ ഈ വെള്ളം ഇറക്കിയിട്ട് ഇത് ഇറക്കിയിട്ടില്ല. അന്ന് എൻ്റെ ഉള്ള ഈ ഐറ്റമാണ്. ഇത് ഞാൻ ഇറങ്ങിയിട്ട് ഒരു 6-7 മാസമായി ഇറക്കിയിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു നാടൻ കുട്ട് ഇതുപോലുള്ള വെള്ളമാണ്, അതാണെന്ന് പറഞ്ഞു. എനിക്കെന്ന് ഒരെണ്ണം തരാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് പിന്നെ ഞാനിത് കൊടുക്കാൻ വെച്ചിരിക്കാം. ഒരെണ്ണം എടുത്തു കൊടുത്തു. അവൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ നല്ല സന്തോഷമായിട്ട് പറഞ്ഞു പോയത്. അവന് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അവന് ഇവിടെ വന്നു. എന്നിട്ട് ഇതുപോലെ മാവേലിക്കര ഒരു കല്യാണത്തിന് അവന് ചോറ്റാനിക്കര പയ്യനാണ്. ഒരു ഓട്ടം കിട്ടി. അന്നേരം അവർ കാമ്പാത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന്. അന്ന് നല്ല ചൂടാണ് അന്നേരം അവൻ പറഞ്ഞു ഇതുപോലെ നമുക്ക് പരിചയമുള്ള ഞാൻ കുടിച്ച ഒരു വെറൈറ്റി ഉള്ള ഒരു നാരങ്ങ വെള്ളം ഒരു കടയുണ്ട്, അത് കാനഡ ടീമാണ്, നമുക്ക് അവിടെ പോയി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവരെയും കൊണ്ട് ഇവിടെ വന്നു. അവർക്ക് ഇതുപോലെ 3 പേരുണ്ടായിരുന്നു. അവർക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം എന്നോട് ചേട്ടൻ എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു ഒത്തിരി പേര് വരുന്നു, എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് പിടി കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തിരുമേനിയുടെ മരിപ്പിന് വന്ന ഞാൻ പറയാം ഇപ്പം മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊരു അന്നേരം ഇത് കാനഡയിൽ നിന്ന് വന്നതാണ്, അവർക്ക് മാവേലിക്കര ഒരു കല്യാണത്തിന് പോകാനാണ്, അന്നേരം ഇതുപോലെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ഇതുപോലെ വരുന്നുണ്ട്. നമ്മുടെ പത്തനംതിട്ട മൈലപ്പുറയിൽ ഒരു പാർട്ടി 2000-3000 രൂപയുടെ നാരങ്ങ വെള്ളം കൊടുക്കാറുണ്ട്. വേറൊരു വെള്ളം കണ്ടിട്ടില്ലേ? ഇത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഔഷധത്തിൻ്റെ പച്ചമരുന്നിനകത്ത് ഞാൻ എടുക്കുന്ന ഈ സാധനം കൊണ്ട് എൻ്റെ കൊച്ചുമക്കളുടെ പനി മാറ്റി. പിന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ 5-8 മാസം കൊണ്ട് ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്തും പോകത്തില്ല. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന പോലെ തന്നെ ഒരു പാർട്ടി ഇതുപോലെ വീഡിയോ എടുത്തു. ശരി, നമ്മളൊരു കസ്റ്റമറാണ്, കരിമഞ്ഞുള്ള അവൻ എടുത്തിട്ട് അവൻ യൂട്യൂബിലിട്ടു. അത് കണ്ടുകൊണ്ട് ഈ ചെങ്ങുന്നൂന്നും അവിടെ നിന്നൊക്കെ ചെങ്ങുന്നിത്തലേന്ന് അവിടെ നിന്നൊക്കെ 1-2 പയ്യന്മാർ ഇത് കണ്ടുകൊണ്ട് വന്നായിരുന്നു. ഇനിയിപ്പോൾ പേടിക്കണ്ട, എന്നെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ 2-3 പേര് വന്നിട്ട് പറയും ഞാൻ ഏട്ടാ എൻ്റെ ഒരു യൂട്യൂബറുണ്ട്, ഞങ്ങൾ പറഞ്ഞു വിടാൻ പറ്റില്ല, ഇവിടെങ്ങും ആരും വന്നുമില്ല. നമ്മുടെ ആൾക്കാരിഷ്ടം പോലെ ഉണ്ട്, ആൾക്കാരെ വിട്ടേക്കാം. അതിന് കാര്യം വന്നൊന്നുമില്ല പറഞ്ഞു വരുമ്പം പറഞ്ഞ നമുക്ക് അങ്ങനെ. പിന്നെ ഇത് ഇത്രയും അന്നത്തും ഈയിടെ മുണ്ടക്കയത്തിൽ നിന്ന് വന്ന ഒരു വെള്ളം കുടിച്ചിട്ട് എങ്ങനെ പറഞ്ഞു ചേട്ടൻ്റെ ഈ സ്ഥാപനം റോഡ് സൈഡിലായിരുന്നു. ഈ ചേട്ടന് ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് ആയതുകൊണ്ട് ഇതുപോലെ ആരെങ്കിലും വരുന്നവരെ ഉള്ളൂ, മനസ്സിലായി. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഞായറാഴ്ച ഒരു തിരുമേനിയുടെ കല്യാണം ഉണ്ടായിരുന്നു ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച്. അന്ന് എനിക്ക് ഈ വെള്ളം തിരുമേനിമാരല്ല ഈ വെള്ളം കുടിക്കാൻ വന്നായിരുന്നു. കുടിച്ചവർ ഓരോരുത്തരെ പറഞ്ഞു വിട്ടായിരുന്നു എന്നോട് അവിടെ ഒരു നല്ല വെറൈറ്റി വെള്ളം ഉണ്ടെന്ന്. അങ്ങനെ എനിക്ക് അന്ന് ഇത്തിരി വെള്ളം പോയി. അതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ തിരുമേനിമാർക്ക് അവിടെ എന്തായാലും ചോദിച്ചാൽ അവർക്ക് അവിടെ സംഭാരമായിരുന്നു. ഈ രാവിലത്തെ മുഹൂർത്തമായതുകൊണ്ട് സംഭാരം കുടിക്കില്ല. എല്ലാവരും വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ച് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരുപാടുപെട്ട സോഡായും വെള്ളവും നാരങ്ങായും എല്ലാം തീരുകയും ചെയ്തു. ഭയങ്കര ജനമായിരുന്നു. അത് അങ്ങ് കാസർഗോഡ് മുതലെന്നുള്ള തിരുമേനിമാരുണ്ടായിരുന്നു. നമ്മുടെ അവരിങ്ങനെയുള്ള അവർക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അന്നേരം ഇതുപോലെ ആ ബോർഡ് കണ്ടുകൊണ്ട് ഒരു പാർട്ടി അങ്ങ് പോയിട്ട് തിരിച്ചു വന്നു. തിരുമേനിയാണ് അത് നിങ്ങളുടെ അവിടെ അന്നേരം ഞാൻ ചോദിച്ചെന്നെ പറഞ്ഞു പന്തളത്താ എന്ന് പറഞ്ഞു വീട് പന്തളക്കാരനാണ്. ഇതുപോലെ വന്ന 4 പിള്ളേരുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഈ വെള്ളം മേടിച്ച് കുടിക്കത്തില്ല. അവിടെ പന്തളത്തു നിന്നുള്ള അവര് 4 മക്കളെ ഉണ്ണി മനോജ് താടിയുള്ളൊരു കക്ഷിയാണ്. മനോജ് തിരുമേനിയൊക്കെ ഒരു നീളം കുറഞ്ഞ ചേട്ടന്റെ അതേ ഷേപ്പിലുള്ള. ഞങ്ങൾ പന്തളത്തെ വീടെന്ന് പറയും.
അവര് അന്നേരം ഈ ഇവിടെ വണ്ടിയിലിരിക്കുന്നുണ്ട് നിങ്ങൾ അവൾ പിള്ളേരുടെ ചോദിച്ചു നിങ്ങൾ ആ ചേട്ടനും അറിയാമോ? അറിയാം അത് നമ്മുടെ അടുത്തുള്ള അവിടെ അന്നേരം ഞാൻ മനോജ് തിരുമേനി പുള്ളി ദിവസത്തിലെ ഇതാണ്. എന്നാലും മുഖത്തിന് നല്ല പ്രത്യേക പുള്ളിയുടെ അനിയൻ ഭയങ്കര പ്രസിദ്ധനായ ജ്യോതിഷിയൊക്കെയാ. നല്ലൊരു മുഖത്തിൽ ഐശ്വര്യ പുള്ളിയുടെ മുഖത്ത് കാണാൻ. ദാടിയൊക്കെ വെച്ച് ഇച്ചിരി നീളക്കുറവാന്ന് ഇരുനിറത്തിൽ. നല്ല അന്നേരം ഞാൻ ചോദിച്ചത് ഞങ്ങളങ്ങ് പോയത് അന്നേരം ഇത് കണ്ടപ്പോൾ ഒരു ഒന്ന് ഡൗട്ട് തീർക്കാൻ ഞങ്ങൾ വന്നാന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചു കുടിച്ചിട്ടില്ല. ഇത് കാണുമ്പോ കല്ലുകൊണ്ട് ചോദിച്ചാൽ മതി. ഉണ്ട് കാണുന്ന വാങ്ങാത്ത ഇന്നോട് ഒരു കല്യാണത്തിന് പാടിത്തോടിക്ക് പോയ ചിന്തൻസി വെള്ളം കുടിച്ചിട്ട് ചോദിച്ചാൽ നമുക്ക് ഈ പാഴ്സൽ പോകുന്നുണ്ട് ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോഴേ ഞാൻ ഈ കുപ്പിയെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഈ അടൂരിൽ നിന്നൊരു സെക്യൂരിറ്റി ഓഡിറ്റോറിയത്തിൽ വന്നായിരുന്നു. പുള്ളി പറഞ്ഞത് ഈ അന്ന് നല്ല വെയില, എത്ര വെള്ളം കുടിച്ചാലും ഇടക്കാലത്ത് ഭയങ്കര ചൂടായിരുന്നു. കുടിക്കത്തില്ല. അന്നേരം പുള്ളി ഇതുപോലെ വന്ന് കുപ്പിവെള്ളം മേടിച്ചിട്ട് പോവുക. അന്നേരം ഞാൻ പറഞ്ഞു ചേട്ടാ ഈ കുപ്പിവെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ഈ ദാഹം മാറത്തില്ല, ഇതുപോലെ ഈ വെള്ളം ഒരെണ്ണം കുടിക്കും, കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ദാഹം മാറും. അന്നേരം പുള്ളി എനിക്ക് ഒരെണ്ണം തരാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ഒരെണ്ണം എടുത്ത് കൊടുത്തു. അന്നേരം പിന്നെ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പാഴ്സൽ തരാമെന്ന് ചോദിച്ചു, ഒരു 4 എണ്ണം കുപ്പിക്കകത്ത്. ഞാൻ പിന്നെ എന്താ പുള്ളി കല്യാണം കഴിഞ്ഞ് പോകാൻ പറയുമ്പോഴത്തേക്ക് എടുക്കുമ്പോൾ ഞാൻ സോഡ മേലിൽ ഇട്ടിരിക്കുക. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് താകാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുക.